ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാം ഉപേക്ഷിച്ച് ഏട്ടന്റെ കൂടെ ഇറങ്ങി വന്നവളാ പത്മേടത്തി. കഴിഞ്ഞ 10-20 കൊല്ലമായി അവര് കരഞ്ഞു ജീവിക്കുക. ആ കണ്ണീര് കാണാതെ പോവരുതേട്ടാ. ഏട്ടൻ ജീവിതത്തില് തനിച്ചായി പോകുന്നൊരു സംശയവും പേടിയും കൊണ്ട് ചോദിക്കുക. ഞങ്ങൾക്കൊക്കെ ഓരോ കുടുംബമുണ്ട്. ഏട്ടന് എനിക്കും കുടുംബമില്ലേ? മകളെ കല്യാണം കഴിപ്പിച്ചയച്ചു. ഇപ്പൊ ആ കുടുംബവും എന്നോടൊപ്പം ഇല്ലേ? അതല്ല ഏട്ടാ, ഏട്ടന് പ്രായമായി വരികയല്ലേ. എന്താണെങ്കിലും ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ. നിന്റെ ചോദ്യം തുടങ്ങിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വ്യക്തമായി. നീ എന്താ ഇപ്പൊ ആ ടോപ്പിക് പറയാൻ കാര്യം? ഏട്ടാ, ഏട്ടൻ എന്നോടൊന്നും തോന്നരുത്, എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ പേടിച്ചിട്ട് പറയാത്തതും ചോദിക്കാത്തതുവാ. ഞാൻ ഈയിടെയായിട്ട് പത്മേടത്തെ കുറിച്ച് എപ്പോഴും ഓർക്കാറുണ്ട്. ഏടത്തി എവിടെയാണ്, സുഖമാണോ, എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ ഓർത്ത് ഒരു വല്ലാത്തൊരു ആകുലത. അടച്ച ജീവിത പുസ്തകത്തിന്റെ താളുകൾ എന്തിനാ ശേഖര പിന്നെയും തുറക്കുന്നേ? ആ കഥ അവസാനിച്ചതാ. ഞാനതൊന്നും വെറുതെ ഓർക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല. ഏട്ടൻ എങ്ങനെയൊക്കെ എന്നോട് പെരുമാറിയാലും എന്നെ കൊന്നാലും ശരി, എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഞാനൊരിക്കലും എന്റെ ഏട്ടത്തിയെ അവിശ്വസിക്കില്ല. ഏട്ടത്തിയുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളെല്ലാം വെറും കെട്ടുകഥകളാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതെന്റെ വിശ്വാസം മാത്രമല്ല, അതായിരിക്കും, അത് തന്നെയാ സത്യം. ഏട്ടത്തി എന്നെ കണ്ടത് ഒരു അനിയനായിട്ട് മാത്രമല്ല, ഒരു മകനായിട്ടാ. ഇത്രയും നിഷ്കളങ്കയായ ഒരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഏട്ടൻ കേട്ടതെല്ലാം ശരിയാകണമെന്നില്ല. എല്ലാം ഏട്ടന്റെ തെറ്റിദ്ധാരണകളാണെങ്കിലോ? പല ആവർത്തി ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഞാനിപ്പോ തുറന്നു പറയുക. പത്മേടത്തിക്ക് ആരെയും ചതിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ഏട്ടത്തി ചേട്ടനെ ചതിക്കോ? ഇല്ല ഏട്ടാ, ഏട്ടൻ ഒരിക്കലും അവിശ്വസിക്കരുത്. ഭഗവാൻ ശ്രീരാമൻ സീതാദേവി ഉപേക്ഷിക്കാൻ തയ്യാറായത് അയോധ്യയിലെ രാജാവായിരുന്നത് കൊണ്ടാണ്. പ്രജാക്ഷേമം സംരക്ഷിച്ചേ പറ്റൂ. ഞാൻ ലക്ഷ്മണനും അല്ല, ഏട്ടൻ ഭഗവാൻ ശ്രീരാമനും അല്ല. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പച്ച മനുഷ്യനാ. എല്ലാം ഉപേക്ഷിച്ച് ഏട്ടന്റെ കൂടെ ഇറങ്ങി വന്നവളാ പത്മേടത്തി. കഴിഞ്ഞ 10-20 കൊല്ലമായി അവര് കരഞ്ഞു ജീവിക്കുക. ആ കണ്ണീര് കാണാതെ പോവരുതേട്ടാ. ശേഖരൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവങ്ങൾ ഉണ്ടായിരിക്കോ? പത്മ ഇറങ്ങിപ്പോയപ്പോ ശേഖരൻ വളരെ ചെറുപ്പമായിരുന്നു. എന്നോട് സംസാരിക്കാനുള്ള ധൈര്യമൊന്നും അവനില്ലായിരുന്നു. ഇന്ന് അവനൊരു കുടുംബനാഥനാണ്, ഒരു കുട്ടിയുടെ അച്ഛനാണ്, കാര്യപ്രാപ്തി ഉള്ളവനാണ്. അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും പൊരുളുണ്ടെങ്കിലോ? ഒരിക്കലുമില്ല. എനിക്കൊരിക്കലും തെറ്റുപറ്റില്ല. കുറ്റം ചെയ്തത് അവളാ, ഒരിക്കലും തിരുത്താൻ പറ്റാത്ത കുറ്റം. പക്ഷെ എല്ലാവരുടെ മനസ്സിലവളുണ്ട്. എല്ലാവരെയും സ്നേഹിച്ച് വഞ്ചിച്ച് കടന്നു കളഞ്ഞവൾ പത്മാവതി. അവൾ എന്നെ ചതിച്ചവൾ തന്നെയാ.
എത്ര ആത്മാർത്ഥമായിട്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചേ. എല്ലാവരുടെയും എതിർപ്പുകൾ അവഗണിച്ച ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചത്. അത് എന്റെ തീരുമാനമായിരുന്നു. ഇത്രയും മേലെ സ്നേഹം തന്നിട്ടും നിങ്ങൾ പകരം എനിക്ക് എന്താ തന്നത്? അപമാനവും കണ്ണീരും. എന്റെ ജീവിതം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളെ തകർത്ത് കളഞ്ഞു. മനുഷ്യനായിട്ട് ചെയ്തു വെച്ച ദ്രോഹത്തിന് ദൈവത്തിന് കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. ഇത് നിങ്ങൾ എനിക്ക് തന്ന ശിക്ഷയാണ്. മോളെ, നിന്നെ സ്നേഹിക്കാനോ നിനക്ക് വാത്സല്യം പകരാനോ ഇതുവരെ കഴിഞ്ഞില്ല. ഈ ജീവിതം മുഴുവൻ നീ എന്നെ കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ സത്യങ്ങൾ എന്താന്ന് നീ അറിയുമ്പോ അമ്മേ, എവിടെ അമ്മ? ആ ഇപ്പൊ വരും. അതെ വന്നല്ലോ. ആ കോളം തഴഞ്ഞോ? കോളം തകഞ്ഞില്ലല്ലോ. എന്റെ വന്ധ്യമാതാവ് കൂടി വരാനുണ്ട്. ആദ്യം ഹാജരാവാറുള്ളത് നിന്റെ വന്ധ്യമാതാവാണല്ലോ. ഇതെന്തു പറ്റി? പ്രിയേ മോളെ, നീ പോയി വിളിച്ചോണ്ട് വാ ജയന്റെ അമ്മേ. എന്തിന്? അവര് വന്നോളൂ. ഇവിടെ വന്നിരുന്ന് ഉള്ള നുണക്കഥ മുഴുവൻ കേൾക്കണം. അത് സാരമില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അത് നിന്റെ അമ്മയല്ലേ. ആ മോള് പോയി വിളിച്ചോണ്ട്. അവരുടെ ആ മുറിയിലെ കസേരയിൽ ഉറങ്ങുന്നുണ്ടാവും. ചെല്ല്. അത്താഴം വിളമ്പുമ്പോ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം. അതൊരു സമാധാന. എനിക്ക് എന്റെ പെറ്റതള്ള ഒരു സമാധാനക്കേട്. അവര് മരുമോളോടുള്ള അംഗം നിർത്തി. ഇപ്പൊ എന്റെ അടുത്താ. അംഗം കുറിക്കാൻ ഞാൻ ആരാടാ? പുത്തൂരം വീട്ടിലെ ഉണ്ണിയറിച്ച് എന്താടാ അരിങ്ങോടാ ഒന്നും മിണ്ടാത്തത്? എടാ, ഞാൻ അരിങ്ങോടോ പറങ്ങോടൊന്നുമല്ല. ഞാൻ ജയന. മുഴുവൻ പേര് ജയചന്ദ്രൻ. എടാ, നിനക്ക് ആ പേരിട്ടത് നിന്റെ അച്ഛനാ. ഓ. നിനക്ക് ഞാൻ ഇടാനിരുന്ന പേര് അതല്ല. അതെന്തോന്ന്? കിടന്ന മുള്ളി. അയ്യേ 10 വയസ്സ് വരെ ഈ വൃത്തികെട്ടവൻ കിടക്കപ്പായ കിടന്ന് മൂത്രം ഒഴിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ തള്ള എന്നെ നാണം കെടുത്താൻ വേണ്ടി മാത്രം ജനിച്ചതാ.